നമുക്കിപ്പം പ്രിൻസിപ്പൽ സിദ്ദിഖ മൈക്കിൾ ചേരുന്നുണ്ട്. മാം, കേൾക്കാമെങ്കിൽ റിപ്പോർട്ടിൽ നിന്നാണ് രണ്ട് കാര്യങ്ങൾ അറിയണം മാം. ഈ ഫെബിൻ ജോർജ് ഗോമസിനെ മാമിന് പരിചയമുണ്ടോ? എൻ്റെ കോളേജിലെ ഒരു സെക്കൻഡ് ഇയർ BCA സ്റ്റുഡൻ്റ് ആണ് ഫെബിൻ ജോർജ്. ഓക്കെ. ഈ കുട്ടി എങ്ങനെയാണ് ക്യാമ്പസിൽ എന്തെങ്കിലും സംഘടനാ പ്രവർത്തനമോ മറ്റെന്തെങ്കിലും കേസുകളിലോ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇല്ല ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരു സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഇതുവരെയും നമ്മൾക്ക് അങ്ങനെ അറിയാവുന്ന ഒരു കേസും ഒന്നുമില്ല. വളരെ റെഗുലറായി കോളേജിൽ വരുന്ന കുട്ടിയായിരുന്നു. കോളേജിൽ റെഗുലറായിട്ട് കോളേജിൽ വരുന്ന ഒരു കുട്ടി തന്നെയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിലോ എന്തെങ്കിലും അടിപിടി കേസുകളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇതുവരെയും അങ്ങനെയൊന്നും നമ്മൾക്ക് കേസായിട്ടൊന്നും വന്നിട്ടില്ല. കുട്ടി വളരെ റെഗുലറായിട്ട് കോളേജിൽ വരുന്ന തേജസ് രാജ് എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ പഠിച്ചതായിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അല്ല, നമുക്ക് ഇപ്പം പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല. ഞങ്ങൾ ഡീറ്റെയിൽസ് കൂടുതൽ ചെക്ക് ചെയ്തില്ല. അത് ഫോമർ സ്റ്റുഡൻ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തേജസിന്റെ സഹോദരി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നോ മാം? ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഐ മീൻ ആ തേജസിന്റെ ഫാമിലിയിൽ ആരെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടായിരുന്നോ? ഫാമിലി നമ്മളിപ്പം അത് തിരക്കിയില്ല. നമ്മൾ അത്രയും ഡീറ്റെയിൽസിൽ പോയില്ല. ഞങ്ങൾ ഈ മരണം കേട്ട് തന്നെ ഷോക്ക്ഡ് ആയിട്ട് ഇരിക്കുക ഞങ്ങൾ. ഈ തേജസ് പൂർവ്വ വിദ്യാർത്ഥിയാണെന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? സാറേ, ഞങ്ങളത് ചെക്ക് ചെയ്യണം. അതും BCA തന്നെയായിരുന്നോ? കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നോ ആ കുട്ടിയും? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത് ഒന്ന് നോക്കാനുണ്ട്. ഞാൻ ഇപ്പം ഈ കുട്ടിയുടെ മരണത്തിൽ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റുഡൻ്റ് അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് തന്നെ, അത് ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ ആയിരുന്നോ എന്ന് മാത്രമേ ഉള്ളൂ. അതെ, കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയാണ്. ഓക്കെ മാം, ഡീറ്റെയിൽസ് ഒന്ന് എടുത്തതിന് ശേഷം മാമിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് കൊടുക്കാം. താങ്ക് യു മാം, താങ്ക് യു. ഇപ്പോൾ ഫാത്തിമ കോളേജിലെ പ്രിൻസിപ്പൽ പറയുന്നതനുസരിച്ച് പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നാണ്. അപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാവുന്നു. ഈ ഫെബിൻ ജോർജിനെ കൊലപ്പെടുത്തിയ തേജസ് ആ കോളേജിലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പൂർവ്വ വിദ്യാർത്ഥിയാണോ എന്നൊരു സംശയം ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തേജസ്സിന് മറ്റെന്തെങ്കിലും സൗഹൃദം, ബന്ധങ്ങൾ ഇതെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിനി ഫെബിൻ്റെ ഏതെങ്കിലും സൗഹൃദമാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നത് നമുക്ക് നിശ്ചയമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇവർ തമ്മിൽ ഒരു വിഷയമുണ്ടായിരുന്നു. ആ വിഷയം സാമ്പത്തികമോ രാഷ്ട്രീയമോ മറ്റൊന്നുമായിരുന്നില്ല. വളരെ തികച്ചും പേഴ്സണലായ ഒരു പ്രണയത്തിൻ്റെ വിഷയമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം.